ഹായ്, ഞാൻ മുഹമ്മദ് അമീൻ. ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സിൽ എന്നെ ഈ ഒരു അവസരം തന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് 12 വയസ്സാണ്. ഞാൻ വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ഞാനൊരു ABC കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ആ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കോഡിങ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പോൾ ഏകദേശം പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എൻജിനീയേഴ്സും അതുപോലെയുള്ള കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ കമ്പനിയിലുണ്ട്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ 8 വയസ്സിലാണ് കോഡിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഡിങ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ, വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നാൾ അങ്ങനെ പഠിപ്പിച്ചു. അതുകൂടാതെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ക്ലാസ് സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ആരും ജോയിൻ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സിനെയാണ് പഠിപ്പിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെയാണ് ഞാൻ ആദ്യമായിട്ട് കോഡിങ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഹോട്ടലിൽ പഠിപ്പിച്ചു. അതിനകത്ത് 15 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു ആദ്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് കുട്ടികളെ ഞാൻ ടീച്ച് ചെയ്യുന്നത് കോഡിങ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതുപോലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. പക്ഷേ കോവിഡൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഓൺലൈനിലേക്ക് മാറാനൊരു പ്ലാനിൽ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൺലൈനിലേക്ക് മാറുന്നത്. ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് ഓവർ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നോർമൽ ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് അടുത്തുള്ള എറണാകുളം ജില്ലയിലുള്ള ആളുകളെ മാത്രമായിരുന്നു ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് എല്ലാ കൺട്രീസും ലോകത്ത് അറൗണ്ട് ദ വേൾഡ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ആഫ്രിക്കയിലും യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, നമ്മൾ ഓൾ അറൗണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു 12 വയസ്സാണ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അക്മിസ് ആഷ് ഫ്യൂച്ചർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനിലാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 12 വയസ്സായപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പിന്നെയും ഫെയിലാവും. നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിബഡി ക്യാൻ കോഡ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഞങ്ങൾ ABC കോഡേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. ഈ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഗെയിം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അതാണ് ഞങ്ങൾ കോഡിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾ 6 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവരെയാണ് ഞങ്ങൾ കോഡിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡിങ്ങിലൂടെ അവർക്ക് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻജിനീയേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഞാൻ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻജിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അവരെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ്സസ് വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏത് ടൈമാണോ പറ്റുന്നത് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ സമയത്തിനനുസരിച്ച് ഒരു ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ നോർമലി ഗെയിംസിന് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്.
അതിന് പകരം ഈ ഒരു കോഡിങ് ചെയ്ത് കഴിയുമ്പോൾ ഗെയിംസിൻ്റെ ക്രിയേറ്റേഴ്സ് ആവുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത് ഗെയിം കളിക്കുന്നത് പോലെ തന്നെ അവർക്ക് ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെ ഉള്ളത്. അപ്പോൾ ഇതിലൂടെ അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വരെ സാധിക്കും. അവർക്ക് നമ്മുടെ പല ലാംഗ്വേജസ് ആണ് കോഡിങ്ങിലുള്ളത്. ഇത് നമ്മുടെ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഒരു ഭാഷ പോലെ, അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനോട് നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ടാണ് നമ്മൾ കോഡിങ്, അതുപോലെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പല ലാംഗ്വേജസ് ആണ് ഉള്ളത്. പൈത്തൺ, C++, അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജസ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ആളുകൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വരുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പും അതുപോലെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് ബിറ്റ്കോയിൻ, അതുപോലെ ക്രിപ്റ്റോ കറൻസി, മെറ്റാവേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ വരെ നമുക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ വാങ്ങിക്കാം, അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോഡിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡിങ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുകയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് മെറ്റാവേഴ്സ്. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരാൾ ഇപ്പോൾ പല രീതിയിൽ അവർക്ക് ഇഷ്ടം പല സാധനങ്ങളായിരിക്കും, അതുപോലെ തന്നെ നമുക്കും ഒരു ഇഷ്ടം ഉണ്ടാകും. അതിനകത്താണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് സെല്ല് ചെയ്യാൻ സാധിക്കും. നമ്മൾ വേറൊരു രീതിയിലുള്ളൊരു പഠന രീതി നമ്മൾ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഡിങ് ചൂസ് ചെയ്താൽ നമുക്ക് വേറൊരു രീതിയിൽ അതിനെ സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പം ബാക്കിയുള്ളവർ മാർക്കറ്റിൽ കുറേ റെഡ് ഓഷ്യൻ അല്ലായിരിക്കും, കുറേ പേര് അതിനകത്ത് ഉണ്ടാവില്ല അതുപോലെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ മാസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻകം ആയിരുന്നു ഉണ്ടായിരുന്നത്, ഓൾമോസ്റ്റ് 5,000 അതുപോലെയുള്ള രീതിയിലുള്ള കുറച്ച് ഇൻകം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്തോറും നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്ത് വരായിരുന്നു ചെയ്തത്. ഇപ്പോൾ എനിക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വരുമാനമായിട്ട് കിട്ടാറുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. അതുപോലുള്ളൊരു കാര്യമാണ് ടെക്സ്പെഡീഷൻ. അതിനകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിങ് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള ജില്ലകളിൽ നമ്മൾ ഓരോ ജില്ലയിലും ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ടോപ്പ് സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു 5 സ്കൂൾസിന് അവിടേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 5 ടീംസായിട്ട് അവരെ കോഡിങ് പഠിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ മുഴുവൻ കോഡിങ് എത്തിക്കുക എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ സോഷ്യലി നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ നാടിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വന്ന ഒരു കുട്ടി, അവർ കുറച്ച് കാശാണ് അയച്ചു തന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ്, ആ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുറച്ച് കാശ് തന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് അത് ഡിസ്കൗണ്ട് ആയിട്ട് തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ കമ്പനി ചെയ്യുന്നത്.
ഞങ്ങളീ പഠിപ്പിക്കുന്ന കോഡിങ് വെച്ചിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഹവേഴ്സിൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പഠിപ്പിക്കുന്നത് 4 വർഷമൊക്കെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഒറ്റ ദിവസത്തിൽ 6 ദിവസങ്ങളിൽ അവർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ എൻജിനീയേഴ്സൊക്കെ നമ്മുടെ കോളേജിലൊക്കെ കുറേ നാൾ പഠിക്കുന്ന കാര്യങ്ങളാണ് പൈത്തൺ, C++, അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലേക്കൊക്കെ ആളുകളെ പെട്ടെന്ന് കൈപിടിച്ച് ഉയർത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫ്യൂച്ചറാണ്. അവിടെയൊക്കെ ആളുകളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഞങ്ങളുടെ ABC കോഡേഴ്സ് ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. അവരിപ്പോൾ ഫോൺ ഉപയോഗിച്ച് അത് മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ചീത്ത പറയുകയൊന്നും ചെയ്യേണ്ട. കാരണം നിങ്ങളാണ് അവരെ ആ ഒരു രീതിയിൽ എത്തിച്ചത്. കാരണം നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും അതിനകത്ത് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറ്റുകയോ കോഡിങ് എവിടെയെങ്കിലും പഠിപ്പിക്കുകയോ നിങ്ങൾക്ക് അതുപോലുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ ഇത് യൂസ് ചെയ്യുന്നതിന് പകരം ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുകയോ അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ എലൻ മസ്കോ അതുപോലെ ജെഫ് ബസോസ് അതുപോലെയുള്ള ആരെങ്കിലുമൊക്കെ ആയി മാറാനുള്ളവരായിരിക്കും അവരുടെ കഴിവുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എന്നെ ശ്രവിച്ചതിന് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി.